വേടന്റെ പാട്ടും അജിത ഹരേ മാധവയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ തീരുമാനം. പുതിയ തലമുറയ്ക്ക് പരിചിതമായ കലാവിഷ്കാരങ്ങൾ എന്ന നിലയിലാണ് വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയതെന്ന് ബോർഡ് ഓഫ് സ്റ്റഡീസ്. സിലബസിനെതിരെ ഡോക്ടർ എം ബഷീർ തയ്യാറാക്കിയ റിപ്പോർട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസ് തള്ളി. ഇംതിയാസ് കരീം വിവരങ്ങളുമായി. ഇംതിയാസ്, പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ഒരു സമിതിയെ വെക്കുകയും ഇവ ഒഴിവാക്കാം എന്ന് ശുപാർശ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ വേടന്റെ പാട്ടും അതുപോലെ തന്നെ അജിത ഹരേ എന്ന കഥകളി പദ രൂപത്തിലുള്ള പാട്ടും. എന്താണ് ഇക്കാര്യത്തിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് വിശദീകരിക്കുന്നത്? അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? അഭിലാഷ്, തീർച്ചയായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വേടന്റെ പാട്ടും അതുപോലെ തന്നെ ഗൗരി ലക്ഷ്മിയുടെ അജിത ഹരേ മാധവയും BA മലയാളം 3ാം സെമസ്റ്ററിൽ പഠിപ്പിക്കാനുള്ള തീരുമാനം വന്നപ്പോൾ സേവ് യൂണിയൻ അതിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതിന് എം ബഷീറിനെ റിപ്പോർട്ട് തയ്യാറാക്കാനൊക്കെ ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ അത് പഠിപ്പിക്കേണ്ടതില്ല എന്നായിരുന്നു എം ബഷീറിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളുന്നതാണ് ഇപ്പോൾ ബോർഡ് ഓഫ് സ്റ്റഡീസ് പുറത്തിറക്കിയിരുന്ന അതിൽ കണ്ടെത്തൽ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും എം ബഷീർ പറഞ്ഞിരുന്നത് ഈ വേടന്റെ പാട്ട് ഒരു താളപ്പെരുക്കമാണ്, അതിന് ആശയപരമായ ഈഴടുപ്പമില്ല, അത് കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്നതായിരുന്നു. അജിത ഹരേ മാധവയെ കുറിച്ചും സമാനമായ കാര്യങ്ങൾ തന്നെയാണ് എം ബഷീർ കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിൽ ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ വേടന്റെ പാട്ട് പഠിപ്പിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, ഭൂമി ഞാൻ വാഴുന്നിടവും അതുപോലെ തന്നെ മൈക്കിൾ ജാക്സന്റെ ദ ഡോണ്ട് കെയർ അബൌട്ട് us എന്ന പാട്ടും പോപ്പ് സംഗീതവും റാപ്പ് സംഗീതവും തമ്മിലുള്ള താരതമ്യ പഠനം മാത്രമാണ്. അതൊരിക്കലും വേടന്റെ പാട്ട് ഒരിക്കലും വായ്ത്താരിയായി കാണാൻ കഴിയില്ല. അതിന് ആശയപരമായ ഈഴടുപ്പമുണ്ട്. അത് താളപ്പെരുക്കം എന്നുള്ളതിനപ്പുറം അതിന് കുറെ കൂടെ രാഷ്ട്രീയം ഈ വേടന്റെ പാട്ടിൽ സംസാരിക്കുന്നുണ്ട്. വേടന്റെ പാട്ട് രാഷ്ട്രീയം പറയുന്നുണ്ട്. അത് കുട്ടികൾ പഠിക്കട്ടെ എന്നുള്ളതാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം.